പാതിവില തട്ടിപ്പിൽ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ കെ എൻ ആനന്ദകുമാർ കസ്റ്റഡിയിൽ. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. വിജിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിജിൻ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? നന്ദു, എന്തായാലും അല്പസമയം മുമ്പാണ് കോടതി ഇക്കാര്യത്തിൽ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള തീരുമാനം വ്യക്തമാക്കിയത്. അതിനുശേഷം തൊട്ടു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇയാൾക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെ ചികിത്സയിൽ ആണ് ഉള്ളത്. എന്തായാലും ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും ക്രൈംബ്രാഞ്ച് ഓഫീസുകളിലേക്ക് എത്തിച്ച് മറ്റ് ചോദ്യം ചെയ്യലും റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ കടക്കുക. നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത ഈ ആനന്ദകുമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നന്ദു, തീർച്ചയായിട്ടും വിജിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലടക്കം കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ പാതിവില തട്ടിപ്പ് കേസിൽ ആനന്ദകുമാറിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ പ്രതിയുമായുള്ള ബന്ധം ഇതൊക്കെ ഇനി പുറത്തു വരുന്നത് കൃത്യമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും, അല്ലേ വിജിൻ? തീർച്ചയായും ആദ്യം ആശുപത്രിയിൽ നിന്ന് ഈ ഡോക്ടർമാർ ഇദ്ദേഹത്തെ ഡിസ്ചാർജ് അനുവദിക്കണം. ആ സമയത്ത് മാത്രമേ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുകയും തുടർ നടപടികളൊക്കെ ക്രൈംബ്രാഞ്ചിന് സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യുക. നിലവിൽ തട്ടിപ്പിനെ കുറിച്ച് ആനന്ദകുമാറിന് അറിയാമായിരുന്നു എന്ന പോലീസ് വാദമാണ് കോടതി അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം നൽകാതെ കോടതി ഉത്തരവിറക്കിയത്. എന്തായാലും പാതിവില തട്ടിപ്പിൽ മുഖ്യപ്രതിയും സായിഗ്രാമൻ ഡയറക്ടറുമായ കെ എൻ ആനന്ദകുമാർ ജാമ്യാപേക്ഷ പലതവണ മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ കസ്റ്റഡിയിലെടുക്കാൻ കഴിയാതിരുന്നത്. ഇന്ന് പക്ഷേ കോടതി പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത്. വ്യക്തിപരമായി ബന്ധമില്ലെന്ന വാദം നിലനിൽക്കില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്തായാലും അതിനെ തുടർന്ന് തൊട്ടു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനായി ശാസ്തമംഗലത്തെ വീട്ടിലെത്തിയത്. കസ്റ്റഡിയിൽ എടുത്ത ശേഷമാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. നന്ദു, വിജിൻ, ഇദ്ദേഹം ഈ ആനന്ദകുമാർ അനന്തുവിൻ്റെ കമ്പനിയായ പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷന് വേണ്ടി ഈ നാഷണൽ NGOs കോൺഫെഡറേഷൻ്റെ നിയമാവലി അടക്കം ഭേദഗതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പോലീസ് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുവഴിയാണ് ഈ സ്കൂട്ടർ, ഗൃഹോപകരണ പദ്ധതിയിലൂടെ ലഭിക്കുന്ന മറ്റ് സാധനങ്ങളൊക്കെ അതിൻ്റെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കാൻ പാകത്തിന് ഈ നിയമാവലി ഭേദഗതി ചെയ്തതിലൂടെ അധികാരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ കാര്യത്തിലേക്ക് കൃത്യമായി ഇനി ആനന്ദകുമാറിന് മറുപടി നൽകേണ്ടി വരുന്നൊരു സാഹചര്യമാണ്, അങ്ങനെയല്ലേ? ആനന്ദകുമാറിന് സമൂഹത്തിലുള്ള വിലയുൾപ്പെടെ അത്തരം സമൂഹത്തിന് മുന്നിലുള്ള ആളുകളുമായുള്ള ബന്ധം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു CSR തട്ടിപ്പ് നടത്താൻ ഉണ്ടായ കാരണം എന്നുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. അത് പൂർണ്ണമായും അംഗീകരിച്ച ശേഷമാണ് കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനുശേഷമാണ് കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നത്. എന്തായാലും ഈ ബന്ധം കൂടി ഉപയോഗപ്പെടുത്തിയതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പാതിവില തട്ടിപ്പിൽ വലിയ തരത്തിലുള്ള പണം ഇവർ ഉണ്ടാക്കിയത് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആനന്ദകുമാർ വ്യക്തമാക്കിയത് തനിക്ക് ഇക്കാര്യത്തിൽ ബന്ധമില്ല എന്നുള്ളതാണ്. താൻ ഈ ട്രസ്റ്റിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറിയിരുന്നു എന്നൊക്കെ വാദം ആനന്ദകുമാർ ഉയർത്തിയിരുന്നു. പക്ഷേ അത് ഒന്നുമല്ല, ഇയാൾക്ക് ഈ തട്ടിപ്പിൽ ബന്ധമുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ആ കേസ് രേഖകൾ കൂടി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടി പരിഗണിച്ച ശേഷമാണ് കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി എടുക്കുന്ന നടപടികളിലേക്ക് കടന്നത്. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തണമെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്നും ഇയാളെ ഡിസ്ചാർജ് ചെയ്യണം. അതിനുള്ള നടപടികൾ എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തന്നെയാണ് ആശുപത്രിയിൽ കഴിയുന്നത്. തീർച്ചയായിട്ടും വിജിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ കെ എൻ ആനന്ദകുമാർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലേക്ക് എടുക്കുമ്പോൾ വിശദമായ ചോദ്യം ചെയ്യലുകൾ, ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളടക്കം പുറത്തു വരേണ്ട സാഹചര്യമുണ്ട്. ഇതിൽ ഈ അനന്തുവിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് നടത്തുന്നതിന് NGO കോൺഫെഡറേഷൻ്റെ നിയമാവലിയിലടക്കം ഭേദഗതി ചെയ്തു. ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായ മറുപടി ആനന്ദകുമാർ നൽകേണ്ടി വരും എന്നുള്ളതാണ്. വിജിൻ, ഇദ്ദേഹത്തിന് ഈ ആനന്ദകുമാറിനെതിരെ എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലുമൊക്കെ വിശ്വാസവഞ്ചനയടക്കം ഉള്ള കേസുകൾ, തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ നിലയിലുള്ള ചോദ്യം ചെയ്യൽ കൂടി ഈ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് ചെയ്യും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും നന്ദു, ഇക്കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ അനന്തു കൃഷ്ണനുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്താൻ തന്നെയാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. അത് എവിടെയായിരിക്കുമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് പിന്നീടാണ് തീരുമാനമെടുക്കുക. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ അതിന് കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. നേരത്തെ തന്നെ കോടതിയിലും ഇക്കാര്യം ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. കാരണം ഇവർക്ക് രണ്ടുമാണ് പ്രധാന പ്രതികളായി ഈ കേസിലുള്ളത്. അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ഇവരുടെ മറ്റ് ഇടപാടുകൾ ഒക്കെ കണ്ടെത്തുകയും വേണം. അതിന് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഇഡിയും ഈ ആനന്ദകുമാറിന്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സായി ഗ്രാമത്തിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ നിന്ന് ഈ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ഇഡിയും ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ക്രൈംബ്രാഞ്ചും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടന്നത്. 81 അംഗങ്ങളുള്ള 12 സംഘങ്ങളായാണ് നിലവിൽ ഈ കേസിൽ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെ പോകണം എന്നുള്ള തീരുമാനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. പക്ഷേ അതിന് ഇവർക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഈ ആനന്ദകുമാറിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ട ആവശ്യമായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ആയതുകൊണ്ടാണ് ഇത്രയും നാൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്കാണ് പോലീസ് കടന്നത്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത് ഇനി തുടർ നടപടി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് തീരുമാനമെടുക്കും. അതിനുശേഷം ഡോക്ടർമാരുടെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. അത് തിരുവനന്തപുരത്തായിരിക്കുമോ എറണാകുളത്തായിരിക്കുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് വ്യക്തത വരുത്തും. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വിജിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ KN ആനന്ദകുമാറാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. വാർത്തയുടെ വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.